ഒരു വശത്ത് ഗുരുവായൂരപ്പന് 37 പവന്റെ കനക കിരീടം കാണിക്കാം. മറുവശത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ 4 ജീവനുകൾ പുഴയിൽ പൊലിയുന്ന കാഴ്ച. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളത്തെക്കുറിച്ച് ഓർത്ത് നാം അഭിമാനിക്കുമ്പോൾ ദൈവം പോലും കണ്ണടച്ചു പോയോ എന്ന് ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങൾ. ഇത് എറണാകുളം പിറവത്ത് മൂവാറ്റുപുഴയാറിന്റെ തീരത്തൊരു കുടുംബം ഒന്നിച്ചു മരണത്തെ പൊലികിയ വാർത്തയുമായി ബന്ധപ്പെട്ട് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഹൃദയഭേദകമായ കുറിപ്പാണ്. ഈ കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെയൊക്കെ അനാസ്ഥ, നമ്മുടെ സിസ്റ്റത്തിന്റെ തകരാറ്, അത് തന്നെയാണ് ഇങ്ങനെ ഒരു കുടുംബത്തെ ഒന്നടങ്കം മരണത്തിലേക്ക് തള്ളിവിടാൻ കാരണമായത് എന്ന്. എന്തായാലും ആ പോസ്റ്റ് വായിക്കാം. മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് ഒരു കുടുംബം ഒന്നിച്ചു മരണത്തെ പുൽകിയ വാർത്ത കേട്ട് ഒരു നാട് മുഴുവൻ നെഞ്ചുപൊട്ടി കരയുകയാണ്. പാലക്കാട് സ്വദേശി നാരായണൻ, കാഴ്ചയില്ലാത്ത ഭാര്യ വിജി, 2 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മകൾ, 4 ജീവനുകൾ, 4 ലോകങ്ങൾ. ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകി അവസാനം മൂവാറ്റുപുഴയാറിന്റെ ആഴങ്ങളിൽ അവർ അഭയം തേടി. ഇത് വെറും ആത്മഹത്യയല്ല, ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ, നമ്മുടെ കരുതലിന്റെ, നമ്മുടെ മനസാക്ഷിയുടെ കൂട്ടാത്മഹത്യയാണ്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇവർ പിറവത്തെ ഐശ്വര്യ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. അത് കഴിഞ്ഞ് അവർ അവിടെ ആ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്ന ആ CCTV ദൃശ്യങ്ങൾ അത് നമ്മളെല്ലാവരും പല മാധ്യമങ്ങളിലൂടെയും പത്രത്തിലൂടെയും ഒക്കെ കണ്ടതാണ്. എന്നാൽ ആ ദൃശ്യങ്ങൾ കണ്ടവരാരും അവർക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കുകയില്ല. കാഴ്ച എങ്ങനെയായിരുന്നു? പുരുഷൻ, അതായത് നാരായണൻ ഏറ്റവും ചെറിയ കുഞ്ഞിനെ തോളിലെടുത്തിട്ടുണ്ട്, മൂത്ത മകളുടെ കയ്യിലും പിടിച്ചിട്ടുണ്ട്. കാഴ്ചയില്ല വിജിക്ക്. അമ്മ മകളുടെ തോളിൽ പിടിച്ച് പിന്നാലെ. ആ കണ്ണുകളിൽ മരണത്തിന്റെ നിഴലല്ല എന്ന് ഭാസ്കരൻ നായർ അജയൻ പറയുന്നു, മറിച്ച് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചതിന്റെ സംതൃപ്തിയായിരുന്നിരിക്കും. എന്നാൽ ആരോടും പരാതി പറഞ്ഞില്ല, ആരെയും ശപിച്ചില്ല. അവസാനമായി ഒന്നിച്ച് ചിരിച്ച് ഒന്നിച്ചു മരിക്കാൻ അവർ തീരുമാനിച്ചുറച്ച നിമിഷം. ഇതിലും വലിയ വിരോധാഭാസം വേറെ എന്തുണ്ട് എന്ന് ഭാസ്കരൻ നായർ അജയൻ ചോദിക്കുന്നു. വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വീടൊഴിഞ്ഞ അവർക്ക് കോതമംഗലം പോലീസ് സ്വന്തം കാശെടുത്ത് വസ്ത്രം വാങ്ങി നൽകി, ലോഡ്ജിൽ മുറിയെടുത്തു കൊടുത്തു, നെല്ലിക്കുഴിയിൽ പുതിയ വാടക വീട് വരെ ശരിയാക്കി നൽകി. ആ പുതിയ വീട്ടിലേക്ക് കയറേണ്ട ദിവസമാണ് എല്ലാ പ്രതീക്ഷകളും കൈവിട്ട് അവർ പുഴയിലേക്ക് നടന്നത്. ഒരു കൈ സഹായം കിട്ടിയിട്ടും ജീവിക്കാൻ കൊതി തോന്നാത്ത വിധം എന്ത് ദാരിദ്ര്യമാണ് അവരെ വേട്ടയാടിയത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഒരു വശത്ത് ഗുരുവായൂരപ്പന് 37 പവന്റെ കനകകിരീടം കാണിക്കയായി സമർപ്പിക്കുന്ന വാർത്ത, മറുവശത്ത് ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാതെ 4 ജീവൻ പുഴയിൽ പൊലിയുന്ന കാഴ്ച. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നാം അഭിമാനിക്കുമ്പോൾ ദൈവം പോലും കണ്ണടച്ചു പോയോ എന്ന് തോന്നിപ്പോകുന്നു. വിജിയുടെയും കുഞ്ഞിന്റെയും നാരായണന്റെയും ചേതനയേറ്റ ശരീരങ്ങൾ പുഴ തിരികെ തന്നു. പക്ഷെ ആ മൂത്ത മകൾക്ക് വേണ്ടി ഇപ്പോഴും തിരച്ചിൽ തുടരുന്നു എന്നാണ് ഭാസ്കരൻ നായർ അജയൻ കുറിക്കുന്നത്. അദ്ദേഹം ഈ പോസ്റ്റ് എഴുതുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ മൃതദേഹം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ആ കുഞ്ഞിന്റെ മൃതദേഹം കിട്ടിക്കഴിഞ്ഞു. അവൾ ജീവനോടെ തിരിച്ചു വരണേ എന്ന് പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് അർഹതയുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ജീവിച്ചിരുന്നപ്പോൾ കാണിക്കാത്ത കരുണ മരണത്തിന് ശേഷം കാണിച്ചിട്ട് എന്ത് കാര്യം? ഇത് ഒരു വാർത്തയല്ല, നമ്മുടെ മുഖത്തേക്കുള്ള ആഞ്ഞടിയാണ്. അയൽപ്പക്കത്തെ പട്ടിണി കാണാതെ പോകുന്ന നമ്മുടെ കണ്ണുകളിലേക്കുള്ള ചൂണ്ടുവിരലാണ്. നാളെ രാവിലെ പത്രം മറിച്ചിട്ട് കഷ്ടം എന്ന് പറഞ്ഞ് നമ്മൾ കാപ്പി കുടിക്കും. പക്ഷെ ഓർക്കുക, ആ പുഴയിൽ ഒഴുകിയത് 4 ജീവനല്ല, നമ്മുടെ കൂടി മനുഷ്യത്വമാണ്. ചുറ്റുമുള്ള മനുഷ്യരെ കാണുക, അവരുടെ പ്രയാസങ്ങൾ എന്താണ് എന്ന് മനസ്സ് തുറന്ന് ചോദിക്കുക. നമുക്ക് സാധിക്കുന്നതാണെങ്കിൽ അവരെ ഒരു കൈ പിടിച്ച് സഹായിക്കുക. അതിലുപരിയായി അവരെ മനസ്സിന് കരുത്തുള്ളവരാക്കാൻ നല്ല വാക്കുകൾ പറയുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.